Audio Jungle. Audio Jungle. ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് അടിപൊളി രസം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, ഒരു വറ്റൽമുളക്, മല്ലിയില, പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഇതിൽ ചെയ്യുന്നത് കുരുമുളകും ജീരകവും കൂടെ നമ്മൾ ഒരു മിക്സർ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണേ. നല്ല പൊടിയണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പേസ്റ്റ് രൂപത്തിലാവരുത്, ഒന്ന് ചതച്ചാൽ മതി. ചതച്ചെടുത്തിട്ടുണ്ട് നമ്മളിവിടെ. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഇട്ടാണ് ആഡ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ച അരപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച ശേഷമാണ് ഈ അരപ്പ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അരപ്പ് ഒന്നിനെ അടിയിൽ പിടിക്കാനോ അല്ലെങ്കിൽ കരിയാനോ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കരിഞ്ഞ് വന്ന രസത്തിൻ്റെ ടേസ്റ്റേ പോകും. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ കൂടെയാണ് നമ്മൾ ഇളക്കാൻ പറയുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നതോടുകൂടെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ഒഴിച്ച് കൊടുക്കണം. പിന്നെ അതിലേക്കുള്ള വെള്ളം കൂടെ എത്ര വെള്ളം വേണോ അത്ര വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ രസം ഒന്ന് തിളയ്ക്കുന്നവരെ, പുളി ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് നല്ലൊരു മണം വരും. നമ്മൾ ഈ തിളച്ചതിന് ശേഷമാണ് മല്ലിയില നമ്മളിവിടെ ഇടുന്നത്. അപ്പോൾ നമ്മുടെ രസം പതുക്കെ തിളച്ച് വരുന്നുണ്ട്, പതഞ്ഞ് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ തണ്ടോടുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ തക്കാളി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ തക്കാളി ഉപയോഗിക്കുന്നില്ല. കുറച്ചുകൂടെ പുളിയൊക്കെ വേണമെന്നുള്ളവർക്ക് തക്കാളി ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഒരു പതയൊക്കെ പോയി രസം നന്നായി തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് ഞാൻ വറുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അതായിരിക്കും ബൈ.